ഹലോ ഗായ്സ്, അങ്ങനെ നമ്മളൊരു 5 മണിയായപ്പോൾ കറക്റ്റ് നമ്മൾ ഈ ഒരു മൈസൂർ പാലസിലെത്തി കേട്ടോ. ഈ ഒരു കാണുന്നത് എല്ലാം ലേറ്റാട്ടോ. ലേറ്റിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 65 ലക്ഷത്തോളം ലേറ്റ് ഞായറാഴ്ച രാത്രി 7 മണി തൊട്ട് 8 മണി വരെ അവർ കത്തിക്കണ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരാനല്ല ഫസ്റ്റ് പ്ലാൻ ചെയ്തത്, വൃന്ദാവൻ ഗാർഡനിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു. അതാകുമ്പോൾ വെള്ളം പാട്ടനുസരിച്ച് ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ഒന്ന് പണി നടക്കണതിൻ്റെ പേരിൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന്. പോണതിന് കുഴപ്പമില്ല, അവിടെ ഇച്ചിരി ക്ലീൻ അല്ല എന്നുള്ളത് ഡ്രൈവർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവിടെ വന്നത് കേട്ടോ. ഇവിടെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെയായിട്ട് നമ്മൾ ചെരുപ്പ് അവിടെ കൊടുത്ത് ഒരു ടോക്കൺ തരും. അത് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറണം. അങ്ങനെ നമ്മൾ നേരെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്നൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അവരെ നമ്മൾ ആ ഒരു ടിക്കറ്റ് കാണിച്ചാൽ മാത്രമാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു, നേരെ അകത്തേക്ക് കയറാണ്. അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ ഓരോ വർക്കും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആരാന്നുള്ളത് എനിക്ക് വായിച്ചു നോക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ കുഞ്ഞൂസ് നല്ല കരച്ചിൽ തുടങ്ങിയായിരുന്നു, കാരണം നമ്മൾ സൂയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നേട്ടോ. ഈ കാണുന്ന ആ ഒരു രാജാവിരുന്ന സംഭവമല്ലേ, ആ ഒരു സീറ്റിങ് അത് ഫുൾ ഗോൾഡ് വന്നിട്ടുള്ളതാണ്. ആ ഒരു ഇത് നമ്മൾ ചില്ലിൽ നമുക്ക് അവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓരോ പെയിൻറ്റിങ്സും ശരിക്കും നമ്മളെ നോക്കി നിൽക്കുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആട്ടോ. നല്ല അടിപൊളി പെയിൻറ്റിങ്സാണ്. പിന്നെ ഈ ഒരു പാലസിലെ ഈ ഒരു സ്ഥലം എന്ന് പറയണത് പണ്ടൊക്കെ വെഡ്ഡിങ് ഏരിയ ആയിട്ട് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ വെച്ചാണ് എല്ലാവരുടെയും മിക്കവരുടെയും വെഡ്ഡിങ് നടന്നിട്ടുള്ളൊരു സ്ഥലമാണിത് കേട്ടോ. ഇത് അത്യാവശ്യം ഡെക്കറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അടിപൊളി ഡെക്കറേഷനിലാണ് ഈ ഒരു ഏരിയ ഇരിക്കുന്നത്. നല്ല രസമാണ്. ആ ഒരു മാല ബൾബും കൂടെ നടുക്കത്തിട്ടതിനാൽ പൂർത്തി അടിപൊളിയായിരിക്കും കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതാ ഈ കാണുന്നത് പണ്ടത്തെ ഫാനായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പണ്ടൊക്കെ ടൈഗർ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണിത്, ഫൈറ്റിംഗ് ഏരിയ. അവിടെ ആയിട്ട് 2 സ്റ്റാച്യൂസ് ഉണ്ട് ടൈഗേഴ്സിൻ്റെ, ഒരു നടുമുറ്റം പോലെയൊക്കെ വന്നിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഏരിയയുടെ നടക്കുമ്പോൾ തന്നെ ഒരു റൂം തുറന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു റൂം. ഇവിടെ ഫുൾ മറ്റേ ഗോൾഡല്ല, സിൽവറില്ലേ, സിൽവറിൻ്റെ ചെയേഴ്സ്, മിററ്, ക്രിസ്റ്റലും സിൽവറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ചെയേഴ്സ്, അതൊക്കെയായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. പിന്നെ ആ മുകളിലത്തെ ആ ഒരു തടി കൊണ്ടുള്ള കൊത്തുപണികൾ ഒക്കെ കാണാൻ അടിപൊളിയാട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ 2 ടൈഗേഴ്സ് കേട്ടോ. പിന്നെ ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ 4 സൈഡും ഇങ്ങനെ കറങ്ങി വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വട്ടം കറങ്ങുന്നതൊക്കെ നമ്മൾ ഈ 4 സൈഡും ഇങ്ങനെ കറങ്ങി. ഈ ഒരു നടുമുറ്റം കാണാൻ നല്ല ഭംഗിയുണ്ട്. മുകളിൽ നെറ്റ് വെച്ച് മറച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രാവൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒന്നും അവശിഷ്ടങ്ങളൊന്നും രീതിയിലും നടുക്കാവാതിരിക്കാനായിട്ടാണ് നെറ്റ് വെച്ച് ഇതാക്കിയെന്ന് തോന്നുന്നു. പിന്നെ പണ്ട് ഫൈറ്റിങ്ങിന് യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഓരോ സംഭവങ്ങൾ. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ റൂം ഉണ്ട് കേട്ടോ, അതൊന്നും നമ്മൾ കാണാൻ പറ്റില്ല കേട്ടോ. ആ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞ ആ ഒരു സീറ്റിംഗ് കേട്ടോ, ഫുൾ ഗോൾഡിൽ വന്നത്. പിന്നെ ഇതെല്ലാം ഗോൾഡൻ കളറിൽ വന്നിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഇതൊരു ഡാൻസിങ് ഏരിയ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കേട്ടോ. ഭംഗിയെ കാണാൻ പറയാം. ആ ഒരു മാല ബൾബ് കിട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇതൊരു ഗാലറി പോലെ എനിക്ക് തോന്നി കേട്ടോ. 2 സൈഡിലും ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇതെന്തെങ്കിലും ഫങ്ഷൻസിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമായിരിക്കാം മേ ബി. ഇവിടെ നല്ല കാറ്റായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ. പിന്നെ ഈ ഒരു കൊട്ടാരത്തിൽ രാജാക്കന്മാർക്കൊരു വഴി, ബാക്കിയുള്ളവർക്ക് വേറെ വഴി, അങ്ങനെ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു സിൽവറിൽ വന്നിട്ടുള്ള കവാടങ്ങൾ ഈ ഒരു ഇതിൽ കൂടെയാണ് രാജാക്കന്മാരൊക്കെ നടന്നുകൊണ്ടിരുന്നതെന്നാണ് അവിടെ പറയാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ടോക്കൺ കൊടുത്ത് ഷൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഷൂസ് ഇരിക്കാനായിരിക്കും അവിടെ പണിതിട്ടേണത്. പിന്നെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. ഫ്രണ്ടിൽ ആ ഒരു വ്യൂ കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് 8ൻ്റെ പണി കിട്ടിയത് കേട്ടോ. അത് ഞാൻ പറയാം. അവിടെ ദസറയുടെ സംഭവം നടക്കുന്നതിൻ്റെ പേരിൽ അവിടെ കുറേ അൽക്കുലത്തെ സാധനങ്ങൾ സ്റ്റേജ് കെട്ടാനുള്ളതൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ദസറയുടെ. നമ്മളതിന് മുമ്പായിട്ടാണ് ചെന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ ലേറ്റായിട്ട് ആ കുബ്ബയുടെ അവിടെ വന്ന ഡിസൈനൊക്കെ ലേറ്റ് പോലത്തെ സംഭവമാണ്. പിന്നെ ഒരു ഗോൾഡൻ കളർ കുബ്ബ പോലെ കണ്ടില്ലേ നേരത്തെ, അത് വന്നിട്ട് ഫുൾ ഗോൾഡാണ്. ശരിക്കും ഒറിജിനൽ ഗോൾഡിലുള്ള കുബ്ബയായിരുന്നു അത് കേട്ടോ. ഞാൻ ഇത് കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ഗോൾഡൻ കളർ ഒറിജിനൽ ഗോൾഡൻ കളർ കുബ്ബയാണത്. നല്ല രസമാണ്. ഈ ഒരു പാലസിനെ എവിടെ നോക്കിയാലും കാണാൻ നല്ല ഭംഗിയാട്ടോ. നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് കയറി വന്നത്
എനിക്ക് തോന്നുന്നു സൈഡോ ബാക്കോ എങ്ങാണ്ടാണ് നമ്മൾ കയറി വന്നത്. ശരിക്കും ഫ്രണ്ട് വശം ഇതല്ല കേട്ടോ. നമുക്ക് എപ്പോഴാണ് 8ൻ്റെ പണി കിട്ടിയെന്ന് പറയാം. മഴക്കാറ് വന്നിട്ട് ആ മഴ അങ്ങോട്ട് പെയ്തു. ഒരു 6:45 കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു. നമുക്ക് ഈ ഒരു ലേറ്റ് ഇട്ടതിൻ്റെ സംഭവം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം അത്ര മഴയായിരുന്നു. അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഓടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വന്നവർക്കുണ്ട്. അവർക്ക് എങ്ങോട്ട് ഓടിപ്പോയെന്ന് ഞാൻ ആലോചിച്ചിട്ടോ. കാരണം നമുക്ക് കയറി കാണുന്ന സ്ഥലമൊന്നുമില്ല മഴ പെയ്തതിന്. ഇവർ നേരത്തെ ഒരു 6:30 ലേറ്റ് ഇടാറുണ്ടെങ്കിൽ നമുക്കത് കണ്ടിട്ട് പോരായിരുന്നു. പക്ഷേ 6:30 അല്ല, അവരിട്ടത് 6:45 കഴിഞ്ഞപ്പോഴാണ് ഇട്ടത്. നമ്മളപ്പോഴേക്കും മഴ പൊടിഞ്ഞ് തുടങ്ങി. വലിയ മഴത്തുള്ളിയായിരുന്നു, നല്ല മഴ പെയ്തു. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എടുത്തത് ഷാമിലായിരുന്നു കേട്ടോ. കാരണം അവനിക്ക് കുട്ടിയും പ്രാരാബ്ദം ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. നമ്മൾ കുട്ടികളെ പിടിച്ചുകൊണ്ട് ഓടി മെയിൻ ഗേറ്റിൻ്റെ അങ്ങോട്ട്. നല്ല പോലെ മഴ പെയ്തു. അതിൻ്റെ ഇടയിൽ എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. മഴ പെയ്തപ്പോൾ കുഞ്ഞ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അവളുടെ അടുത്തേക്ക് കുട വെച്ചിട്ട് മറച്ചു വെച്ചു. ആ ആളുടെ വൈഫും കൊച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കുടയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവൾ നനയണ കണ്ടിട്ട് ഇവൾക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കുട കുറച്ച് നേരം വെച്ച് തന്നു. അപ്പോൾ ഞാൻ താങ്ക് യു പറഞ്ഞു. അത്ര മഴയായിരുന്നു. ഗേറ്റിൻ്റെ അവിടെ മെയിൻ ഗേറ്റ് വലുത് തുറക്കണ്ടായില്ല. ചെറിയ ഗേറ്റിൽ കൂടെ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. നിങ്ങൾ കണ്ടില്ലേ എന്ത് മഴയായിരുന്നെന്നറിയോ. അതിൻ്റെ ഇടയിൽ കാറ്റും അടിപൊളിയായി. അങ്ങനെ കുഞ്ഞൂസിന് ഓൾറെഡി ജലദോഷം ഉണ്ടായിരുന്നു. എനിക്ക് പേടിയായിരുന്നു പനിക്കുമെന്ന് വിചാരിച്ച്. മരുന്നൊക്കെ എടുത്തിട്ടുണ്ടായി, എന്നാലും നമുക്ക് പേടിയായിരിക്കുമല്ലോ. പക്ഷേ പനിച്ചില്ല പടച്ചോങ്ങാത്ത്. നമ്മൾ പിന്നെ വേറൊരു സ്ഥലത്തോട്ട് മെയിൻ ഗേറ്റ് അപ്പോഴേക്കും അവർ തുറന്നു. ഒച്ചയും ബഹളവും മുന്തും തള്ളും വന്നപ്പോൾ മെയിൻ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ നമ്മൾ നേരെ ഒരു സ്ഥലത്തോട്ട് കയറിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാബിശി വേറെ സ്ഥലത്തായിരുന്നു, ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു. നമ്മളൊരു കടയുടെ അവിടെ എങ്ങാണ്ടാണ് കയറിയിരുന്നത്. പിന്നെ വാബിശീനെ വിളിച്ചിട്ട് വാബിശി നേരെ വന്ന് നമ്മൾ വാബിച്ചിയുടെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഡ്രൈവറുടെ അടുത്തേട്ട് ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ വന്നേക്കാൻ പറഞ്ഞു പുള്ളി. അങ്ങനെ നമ്മൾ കുട മേടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ കുടയ്ക്കൊക്കെ അവർ 250 രൂപയുടെ കുട വിറ്റുകൊണ്ടിരുന്നത് മഴ പെയ്തപ്പോഴേക്കും അവർ 600 രൂപ 700 രൂപ ഒക്കെ ആക്കി, 500 ഒക്കെ ആക്കി കേട്ടോ. പിന്നെ നമ്മൾ കുടയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എന്തായാലും നമ്മളെല്ലാവരും നനഞ്ഞു കുടിച്ചു. ഇനിയിപ്പോൾ വരണടുത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ച് നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അങ്ങോട്ട് നടന്ന് ഓടി അവിടെ കയറി. അപ്പോഴേക്കൊന്നും മഴ ഇച്ചിരി ഒന്ന് ശമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ ഡ്രൈവർ വന്നു. നേരെ കാറിൽ കയറി നേരെ ഹോട്ടലിലെത്തി. ഫുഡ് നമ്മൾ കഴിച്ചില്ല, നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചേട്ടോ. പിന്നെ ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ പിറ്റേന്ന് നമ്മൾ തിരിച്ച് വരാണ്. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തിരിച്ച് വരാണ്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള പാലസിൻ്റെ വ്യൂ എന്ന് പറയണത്. ഇതാണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ ഈ ഒരു പാലസ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മൾ കയറിയത് സൈഡിൽ നിന്ന് ബാക്കിൽ നിന്ന് എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ഒരു മൈസൂർ അടിപൊളി ക്ലീനായിട്ടാണ് അവർ കൊണ്ടുനടക്കുന്നത്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് ആ ഒരു ഏരിയ ഫുൾ അവർ ശ്രദ്ധിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ദസറ എന്ന് പറയുന്ന ഫംഗ്ഷൻ നടക്കുന്നതിൻ്റെ പേരിൽ അവിടെ ഫുൾ അതിൻ്റെ മാലവിൾപ്പെടലും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരു കടയിൽ നിർത്തി ഫുഡ് കഴിച്ചു. അവിടുത്തെ ഫുഡും നമ്മുടെ ഫുഡും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇവർ റവയൊക്കെ ചേർത്തിട്ടുള്ള ഇഡ്ഡലിയും റവ ചേർത്തിട്ടുള്ള മസാല ദോശയൊക്കെയായിരുന്നു എനിക്ക് കിട്ടിയത്. 11:30 ആയപ്പോഴാട്ടോ നമ്മൾ ചായയൊക്കെ കുടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പൊന്നും ഉണ്ടായില്ലായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോയി. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട സ്ഥലമാണിത്. അപ്പോൾ ഒരു കുട്ടി വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഉച്ചക്കൊന്നും കഴിച്ചൊന്നുമില്ല. ഈ നമ്മുടെ ലൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ പാലക്കാട് എത്തിയപ്പോഴാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ വന്ന വഴി കൂടെയല്ല, മൈസൂർ വന്ന വഴി കൂടെയല്ല കേട്ടോ തിരിച്ചു പോണത് കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ ആ ഒരു റൂട്ട് വഴിയായിട്ട് ആ ഒരു റൂട്ടാണ് നമ്മൾ പോണത്. എറണാകുളം അങ്ങനെയാണ് പോണത് കേട്ടോ. പിന്നെ നമ്മൾ അധികം മൃഗങ്ങളൊന്നും കണ്ടൊന്നുമില്ല കേട്ടോ. കൂടുതലും കണ്ടത് കുരങ്ങന്മാരെയാണ് കുറേ കണ്ടത് കേട്ടോ. പിന്നെ മാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാട്ടുപന്നികളുണ്ടായിരുന്നു കേട്ടോ. അത് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വെച്ചാണ് കണ്ടത് കേട്ടോ. അതിൻ്റെ വീഡിയോ അല്ല, ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇതേ ചെമ്മന്തിത്തോട്ടം കണ്ടു കേട്ടോ. അവിടെ ഇറങ്ങിയൊന്നുമില്ല, കാരണം അവിടെ ആന വരും എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ഒന്ന് വീഡിയോ ജസ്റ്റ് എടുത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മൊത്തം വേലി കെട്ടിയേക്കായിരുന്നു ഇറങ്ങാതിരിക്കാൻ. സോ നമ്മൾ ഇറങ്ങിയില്ല, ഒന്ന് വീഡിയോ എടുത്തുള്ളൂ. അതിൻ്റെ തന്നെ മഞ്ഞ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മലയുടെ അവിടെ എത്തി. ഇവിടുന്ന് നമ്മൾ ചുരം ഇറങ്ങി പോകണം. ഒരു 28-30 ചുരമുണ്ട് ഇറങ്ങാനായിട്ട്. അത് ഭയങ്കര പേടിയായി കേട്ടോ എനിക്ക്. കാരണം ഞാൻ ആ ഒരു അറ്റത്തിരുന്നുകൊണ്ട് തന്നെ ആ ഒരു മഴ ഇറങ്ങുമ്പോഴും
ഭയങ്കര പേടിയായിരുന്നു. ഒരു ചെവി അടയും ഒരു ചെവി തുറയും അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ആയിട്ട് നോക്കുമ്പോൾ ഒരു ഡാം കാണാൻ പറ്റും. ആ ഒരു ഡാമിൻ്റെ അവിടെ നമ്മളെത്തും കേട്ടോ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ആ ഒരു ഡാമിൻ്റെ അവിടെ എത്തിയ ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചതൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ട് കേട്ടോ പോയത്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. രാത്രി വീട്ടിൽ തന്നെ എൻ്റെ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല, കൂടുതലും ടയേർഡായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.